വണ്ടി ടൊയോട്ട ഇന്നോവ. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് മെയിനായിട്ട് ബോഡി വൈബ്രേഷനാണ് മെയിൻ കംപ്ലയിൻറ്റ്. നമ്മൾ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോഡി ഫുള്ളായിട്ട് ജെർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3-4 വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി, അതുപോലെ തന്നെ കമ്പനിയിലും കാണിച്ചു. അവർക്കൊരു സൊല്യൂഷൻ അതിനകത്ത് കിട്ടിയില്ല. അങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. കോഴിക്കോട്ടു നിന്നാണ് വണ്ടി വന്നത്. വന്ന് നോക്കുമ്പോൾ ഞാൻ ഓടിച്ചപ്പോൾ തന്നെ ആളുടെ പറഞ്ഞു, കസ്റ്റമർക്ക് പറഞ്ഞു ഇതിന് പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഈ വൈബ്രേഷൻ വരുന്നത് എന്നുള്ളത് കസ്റ്റമറുടെ തന്നെ സൂചിപ്പിച്ചായിരുന്നു ഓടിച്ചതെന്ന് തന്നെ. അപ്പോൾ നമ്മൾ വണ്ടി ലിഫ്റ്റ് ചെയ്തു കംപ്ലയിൻറ്റുകൾ ഒരുപാടുണ്ട്. മെക്കാനിക്കൽ സസ്പെൻഷൻ പാർട്ട് കംപ്ലയിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലച്ചിന് കംപ്ലയിൻ്റ് ഉണ്ട്, അതുപോലെ വാൾക്കർ പാക്കിങ് ലീക്ക് ആകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കംപ്ലയിൻ്റ് ഉണ്ട് വണ്ടിക്ക്. അത് കസ്റ്റമറുടെ നേരത്തെ തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ പ്രൊപ്പലർ ഷാഫ്റ്റ് അഴിച്ച് നോക്കുമ്പോൾ ആ ഒരു സ്റ്റാർ ജോയിൻറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഇതായിരുന്നു മെയിൻ ഇഷ്യൂ. ഇതിൻ്റെ കസ്റ്റമർക്കുമുള്ള മെയിൻ ഇഷ്യൂ ജെർക്കിംഗ് ആയിരുന്നു വണ്ടി. അതിനായിട്ടാണ് കൊണ്ടുവന്നത് തന്നെ. ചെക്ക് ചെയ്തതിൽ വേറുള്ള, അപ്പോൾ അതോട് കൂടിയിട്ട് നമുക്ക് സസ്പെൻഷൻ്റെ പാർട്സും കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പോയതുകൊണ്ട് അതും നമ്മൾ മാറ്റുന്നുണ്ട്. ഇതാണ് മെയിൻ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നത്. സ്റ്റാർ ജോയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുക, അതൊരു കംപ്ലീറ്റ് സ്റ്റക്കായിരിക്കും. 3ഉം സെയിം കണ്ടീഷനിലാണ്, സ്റ്റക്കായിട്ടാണ് ഇതാകുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇങ്ങനെ ബോഡി വൈബ്രേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നിലെ എൻജിൻ മൗണ്ട് നമുക്ക് ഓടിച്ചാൽ തന്നെ അറിയും. എൻജിൻ മൗണ്ടിൻ്റെ വൈബ്രേഷൻ വേറെ, ഇതിൻ്റെ വൈബ്രേഷൻ വേറെ, ഇനി സെൻട്രൽ ബെയറിംഗ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻ വേറെ. ഓരോന്നിനും തനിത്തനിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റാർ ജോയിൻറ്റ് പോയതിൻ്റെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർ ജോയിൻറ്റ് മാറ്റാം. സെൻട്രൽ ബെയറിംഗ് ചെറിയൊരു ബെയറിങ്ങിൻ്റെ ചെറിയൊരു വീക്ക് ഉണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല, അത് ഓടിക്കാം. നമുക്ക് ഈ സ്റ്റാർ ജോയിൻറ്റ് മാറിയാൽ തന്നെ കറക്റ്റ് ശരിയാവും. ആ വൈബ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആവും. ഈ ഒരു പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ ഈ സെൻറ്റർ ജോയിൻറ്റ്, സ്റ്റാർ ജോയിൻറ്റിൻ്റെ വരുന്ന ഭാഗമാണ് കംപ്ലയിൻ്റ് ആയിരിക്കുന്നത്. ഷേക്കൊക്കെ അത് ഫുള്ള് സ്റ്റക്കായിരിക്കണം. വൺ സൈഡ് കറക്റ്റായിട്ട് ആകുന്നുണ്ട്, പക്ഷേ ഒരു സൈഡിലേക്ക് ഫുള്ള് സ്റ്റക്ക് കണ്ടോ, ആ സൈഡിലേക്ക് ആവുന്നില്ല. ആവുമ്പോൾ തന്നെ ഒരു സൗണ്ടോട് കൂടിയിട്ട് തന്നെ വരുന്നത്. അതുമാത്രമല്ല ആ തുരുമ്പ് പുറത്ത് ചാടിയതിൻ്റെ പാടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ബോഡി വൈബ്രേഷൻ ആവുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് റൊട്ടേഷനിൽ കറക്റ്റ് ആവുന്നില്ല, സ്റ്റക്കായി ഓടുന്നുണ്ട്. ഇങ്ങനെ വണ്ടി കിടന്ന് പിടയ്ക്കും. ആ പിടയ്ക്കുന്ന സമയത്താണ് ബോഡി ഫുള്ളായിട്ട് വൈബ്രേഷൻ വരുന്നത്. അതുകൂടാതെ എൻജിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും. അപ്പോൾ നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഉണ്ടായ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ജോയിൻറ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. 3 സ്റ്റാർ ജോയിൻറ്റും സ്റ്റക്കായത് കൊണ്ടാണ് ഈ ഒരു വൈബ്രേഷൻ നമുക്ക് ഉണ്ടായിരുന്നത്. നേരത്തെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വരച്ചലാണ്. ബോഡി ഫുള്ളും ബ്രന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ നോർമൽ സ്പീഡിൽ നോർമലായിട്ട് നമ്മൾ കാല് കൊടുത്ത് പോകുമ്പോൾ തന്നെ നല്ലൊരു വൈബ്രേഷൻ ആയിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് റീസോൾവ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലെ സെൻട്രൽ ഷാഫ്റ്റിൻ്റെ ബെയറിംഗ്, പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ സെൻട്രൽ ബെയറിംഗ് പോയിട്ടുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് വരും. അതേപോലെ തന്നെ നമുക്ക് ഈ സ്റ്റാർ ജോയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം കംപ്ലയിൻറ്റ് വരും. അങ്ങനെ ഒരു വൈബ്രേഷനാണ് കിട്ടിയത്. അപ്പോൾ ഓടിച്ചപ്പോൾ തന്നെ ഞാൻ കസ്റ്റമറിനോട് ഞാൻ പറഞ്ഞു, ഇത് പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ ഇതൊരു കംപ്ലയിൻ്റ് ആണ്, എന്താണ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെടുത്ത് തന്നെ നോക്കുമ്പോൾ അതിൻ്റെ പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ 3 സ്റ്റാർ ജോയിൻറ്റും ഫുള്ളി വേണൗട്ടായിട്ട് സ്ട്രക്ക് ആകുമായിരുന്നു. അതുകൊണ്ടാണ് ആ വൈബ്രേഷൻ കറക്റ്റായിട്ട് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് അതായിരുന്നു മെയിൻ കംപ്ലയിൻ്റ് ആയിട്ട് കസ്റ്റമർ വന്നത്. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് കംപ്ലയിൻറ്റ് ഇതിനകത്തുണ്ടായിരുന്നു. ഇതിൽ ഫ്രണ്ട് ഷോക്ക്, റിയർ ഷോക്ക്, അതുപോലെ സസ്പെൻഷൻ, പുഷ് കിറ്റ്, ബോൾ ജോയിൻറ്റുകൾ, വാൾക്കോർ പാക്കിങ്, ടൈമിംഗ് ബെൽറ്റ്, ഡ്രൈവ് ബെൽറ്റ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അതെല്ലാം നമ്മളിപ്പോൾ റീസോൾവ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ തന്നെ ഇപ്പോൾ പക്ക നീറ്റായിട്ടുണ്ട്. നമ്മൾ ഓരോ ഗിയറും അതിൻ്റേതായ രീതിയിൽ തന്നെ കൊടുക്കുമ്പോൾ നീറ്റായിട്ട് പോകുന്നുണ്ട്. ഡാഷ്ബോർഡിൻ്റെ സൈഡ് മാത്രം എനിക്ക് ചെറിയൊരു വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും നോക്കിയിട്ടൊന്ന് ക്ലിയർ ആക്കാം. ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് അതും കൂടെ ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടെ ഓടിച്ച് നോക്കിയിട്ട് അതും കൂടെ സോൾവ് ആയാൽ മാത്രമേ ഞാൻ വണ്ടി ഡെലിവറി ചെയ്യുള്ളൂ. എന്നാലും കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. കസ്റ്റമർ വന്നിട്ടുണ്ട്, കാലത്ത് തന്നെ വന്നിട്ടുണ്ട് ആൾ. അപ്പോൾ കോഴിക്കോട്ട് നിന്ന് വന്നാണ്. അപ്പോൾ അത്രയും ലോങ് എന്ന് വരേണ്ടതെന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഡാഷ്ബോർഡിൻ്റെ സൈഡ് മാത്രം ചെറിയൊരു സൗണ്ട് വരുന്നത്, അതും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യും. ചെറിയൊരു സൗണ്ടാണ് വരുന്നത്. നോർമലി നേരത്തെ ഒന്നും മെയിൻ റോഡിലൊന്നും ഓടിക്കാനേ പറ്റില്ല, അത്രയും വൈബ്രേഷൻ ആയിരുന്നു വണ്ടി. പക്ഷേ ഇത് കമ്പനിയിലൊക്കെ കാണിച്ചാട്ടോ, അതായത് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനിയിലൊക്കെ കാണിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ നോക്കിയിട്ടും അത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ പക്ക ക്ലിയർ ആക്കിയിട്ടുണ്ട്. നേരത്തെ ഈ റോഡിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, തുള്ളി കളിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഇങ്ങനെ ചാടി കളിക്കും, സസ്പെൻഷനൊക്കെ പോയിട്ട്. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് റിയർ ഷോക്ക് കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റി കംപ്ലീറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നോർമൽ കണ്ടീഷനിലേക്ക് തന്നെ വണ്ടി എത്തിയിട്ടുണ്ട്. അതുപോലെ റഫ് റോഡിലും ഒരു നല്ലൊരു ഫീലിംഗ് തന്നെ ഉണ്ട് ഓടിക്കുമ്പോൾ. പിന്നെ ടയറിൻ്റെ ഒരു ഇടുപ്പ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ടയർ റഫായതിൻ്റെ ഒരു നോയ്സ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ ചെറിയൊരു റോഡിലെ ഷോക്ക് നമുക്ക് ആ ടയർ റഫായതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അതിൽ ഷോക്കിൻ്റെ അതിൻ്റെ ഒന്നുമല്ല, ടയർ റഫ് ആക്ഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ ആ ഒരു റഫ്നെസ്, ടയറിൻ്റെ ഒരു റഫ്നെസ് നമുക്ക് ഇത്തിരി നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ
അലൈൻമെൻറ്റ് ബോൾട്ടുകൾ കംപ്ലീറ്റും പോയതായിരുന്നു, സ്ലിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ അലൈൻമെൻറ്റ് ബോൾട്ട്, ക്യാമറ ബോൾട്ട്, അതിൻ്റെ നെറ്റ് എല്ലാം ഒറിജിനൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒറിജിനൽ തന്നെ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം 240 Nm ടോർക്ക് എങ്ങാണ്ട് നമുക്ക് വെക്കേണ്ട ബോൾട്ടാണത്. അപ്പോൾ അത് ഒറിജിനൽ തന്നെ ഇടണം. സാധാരണ നെറ്റും ബോൾട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാ ലോക്കലും കിട്ടും, ക്യാമറ ബോൾട്ടും എല്ലാം ലോക്കലും കിട്ടും. പക്ഷേ ഇത്രയും ടോർക്ക് നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ക്യാമറ ബോൾട്ട് നമ്മൾ എപ്പോഴും ഇടുമ്പോൾ ഒറിജിനൽ തന്നെ ഇടണം. ഒറിജിനൽ ഇട്ടാൽ മാത്രമേ നമുക്കത് പക്കയായിട്ട് നമുക്ക് ടൈറ്റ് പിടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് ടൈറ്റ് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ക്ലച്ച് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ലൂപ്പിൻ്റെ ക്ലച്ചാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ റിലക്സ് ബെയറിംഗ് ഒറിജിനൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതോടുകൂടി തന്നെ നമുക്ക് ആ ഗിയർ ലിവറിൻ്റെ പുഷും ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ബെയറിംഗ്, ഫ്ലൈവീൽ ബെയറിംഗ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗവും പക്ക നീറ്റായിട്ടുണ്ട്. സസ്പെൻഷനും കൂടെ ചെയ്തപ്പോൾ വണ്ടി ഓക്കെ ആയി. ഇനിയിപ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അലൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഡാഷ്ബോർഡിൻ്റെ സൗണ്ടും ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി സീറ്റോ കാര്യങ്ങളൊന്നും സൗണ്ട് ഇല്ല, പക്ക നീറ്റ് തന്നെയാണ്. എങ്കിലും നമുക്ക് സീറ്റ് ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത്, ഡോർ പാഡ് ഒന്ന് ടൈറ്റ് ചെയ്ത്, മറ്റേ ഇൻറ്റീരിയൽ ചെറുതായിട്ടൊന്ന് തുടങ്ങാനുണ്ട്. അപ്പോൾ ഒന്ന് ചളി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൊടുത്തു വിടാം. വണ്ടി ബാക്കി വരുമ്പോൾ നല്ല വൈബ്രേഷനാണ്. നല്ല വൈബ്രേഷൻ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതായത് അത്രയും തുള്ളി ചാടുക. അതുപോലെ തന്നെ മറ്റേ സ്റ്റാർ ജോയിൻറ്റ് പോയതിൻ്റെ ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നല്ല പൊടച്ചിലാണ്. എന്ന് പറയും വണ്ടി പോകുമ്പോൾ. അത്രയും ഒരു കണ്ടീഷൻ അവർക്ക് അവിടെ നിന്ന് ഈ ലോങ് എത്തുമ്പോഴത്തേക്ക് തന്നെ അവരുടെ എല്ലാം ഇതായി. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും വൈബ്രേഷനിലാണ് വണ്ടി വന്നത് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ മൈന്യൂട്ട് വൈബ്രേഷൻ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർ ജനറേറ്റർ മാറ്റും കേട്ടോ. മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുള്ളൂ. അത് ഒരുപാട് ദൂരം അങ്ങനെ ഓടിക്കഴിഞ്ഞ് ഏതൊരു സാധനവും ഗ്രീസ് ഇല്ലാതെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേണോട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാനും സാധ്യതയുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ വണ്ടി സ്ട്രക്കാവും. പിന്നെ എന്തായാലും നമുക്ക് ഓടിക്കാൻ പറ്റില്ല. പ്രൊപ്പലർ ഷാഫ്റ്റാണല്ലോ മെയിനായിട്ട് നമുക്ക് ബാക്കിലേക്ക് ഡ്രൈവ് കൊടുക്കുന്നത്. ആ സംഭവം സ്ട്രക്കായി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വൈബ്രേഷൻ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഓടിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അത് കറക്റ്റായിട്ട് ഒന്ന് മാറ്റി വിട്ടാൽ ക്ലിയർ ആവും. പിന്നെ സ്റ്റാർ ജോയിൻറ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഒറിജിനലല്ല, ഗോഗോടെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അതേമാതിരി അത് കുറേ ലാസ്റ്റ് ചെയ്യും. നമുക്ക് ഏകദേശം ഒരു 50,000-60,000 കിലോമീറ്ററോളം വണ്ടി നമുക്ക് സുഖമായിട്ട് ഓടിക്കാം. ഒറിജിനൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒറിജിനൽ ഇടാട്ടോ. ഒറിജിനൽ ഇട്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ കിടക്കും. ഒറിജിനൽ ഇട്ട് ഏകദേശം ഒരു സ്റ്റാർ ജോയിൻറ്റ് തന്നെ 3,800 രൂപ എങ്ങാണ്ട് വരുന്നുണ്ട് ഒരു സ്റ്റാർ ജോയിൻറ്റ്. ആവശ്യമില്ല. നമുക്ക് പോളിസിനും മീനോക്കൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ എഞ്ചിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ടും മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ബോഡി ഒരു ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ഉണ്ടായിരുന്നു. അതും നമ്മൾ വൈബ്രേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടിൻ്റെ വൈബ്രേഷൻ കേട്ടോ. നമ്മൾ വണ്ടി നിർത്തിയിട്ടിട്ട് ഒരു 1000 RPM ഇങ്ങനെ ചെറുതായിട്ട് റൈസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് വരും. ഡ്രൈവിങ്ങിലല്ല, നിർത്തിയിടുമ്പോൾ. അപ്പോൾ അതും നമ്മൾ ചെയ്തപ്പോൾ അത് പക്ക നീറ്റായിട്ടുണ്ട്. എല്ലാം കൊണ്ടും പക്ക വണ്ടി നീറ്റായിട്ടുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് കോളം ബൂട്ട് മാറിയിട്ടുണ്ട് നമ്മളതിനകത്ത്. അപ്പോൾ ആ എഞ്ചിൻ നോയ്സും നമുക്ക് ഉള്ളിലേക്ക് വരുന്നത് പക്ക നീറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് അങ്ങനെ നോയ്സ് ഇല്ല. നമുക്ക് പൊതുവെ നോർമലായിട്ട് കിട്ടുന്ന ഒരു നോയ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വണ്ടി എന്തായാലും പക്ക ആയിട്ടുണ്ട്. നമുക്ക് ആ ഡാഷ്ബോർഡിൻ്റെ കാര്യം കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വണ്ടി ഡെലിവറി ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.